മുനമ്പം വിഷയം കത്തിക്കാളി നിന്നപ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ വളരെ ഏകപക്ഷീയമായാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. വഖഫ് ബോർഡിനെ അനുകൂലിച്ചുകൊണ്ടും വഖഫ് ബോർഡിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ രംഗത്ത് വന്നത് നാം കണ്ടിരുന്നു. അന്ന് ഈ മുനമ്പത്തുകാരുടെ കണ്ണീരൊപ്പാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരി എത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന മട്ടിലുള്ള മറുപടിയും നമ്മൾ കേൾക്കുന്നുണ്ട്. മുനമ്പത്ത് അവരുടെ കണ്ണീരൊപ്പാൻ, ഈ 600 ചില്ലുവാനും കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കിടപ്പാടം നഷ്ടപ്പെടും, അവർ കുടിയിറക്കപ്പെടും എന്നുള്ള അതിദാരുണമായ ഒരു സാഹചര്യത്തിൽ നിന്ന ആ 600 ചില്ലുവാനും കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരു മാധ്യമങ്ങളും കേരളത്തിലെ ഇടതു വലതു മുന്നണികളും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ അവർക്ക് വേണ്ടിയിട്ടും കൂടി നിരപരാധികളായ ആൾക്കാർ തങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട്, ഭൂമി നഷ്ടപ്പെട്ട് നിരാലംബരായി മാറുന്ന ഒരു സാഹചര്യത്തെ നേരിട്ട് കൃത്യമായി നിയമനിർമ്മാണം നടത്തി, നിയമ ഭേദഗതി വരുത്തി, ഇപ്പോഴിതാ അത് നിയമമാക്കി പാസ്സാക്കിയിരിക്കുന്നു വഖഫ് നിയമ ഭേദഗതി. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. ആ ചട്ടങ്ങൾ ആണ് സംസ്ഥാന സർക്കാരുകളിലേക്ക് വരുന്നത്. സംസ്ഥാന സർക്കാരുകളാണ് അത് നടപ്പാക്കേണ്ടത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ ഈ മുന്നണികളുടെയും ഇരട്ടത്താപ്പാണ്. ഈ നിയമം നിർമ്മിക്കപ്പെട്ടപ്പോൾ മുതൽ കോൺഗ്രസ്സുകാരും ഒരു വിഭാഗം മാധ്യമങ്ങളും പറയുന്നത്, ഈ നിയമ ഭേദഗതി കൊണ്ട്, ഈ കേന്ദ്ര സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസ്സാക്കിയ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തുകാർക്ക് പ്രയോജനം കിട്ടില്ല എന്നാണ്. മുനമ്പത്തുകാർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല, ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നൊക്കെയാണ്. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പാർലമെൻറ്റ് നടപടികളെക്കുറിച്ച്, നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും ഒക്കെ നടപടിക്രമങ്ങൾ അറിയുന്ന ആൾക്കാരാണ് ഇവരിൽ പലരും. ഈ നേതാക്കൾ ആരും മോശക്കാരല്ല. ഇതിൽ MLA-മാരുണ്ട്, MP-മാരുണ്ട്, നേരത്തെ മന്ത്രിയായിരുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും അറിയാത്തതല്ല ഇത്. എന്നിട്ടും അവർ പറയുന്നു ഈ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല, അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികൾക്ക് നീതി കിട്ടില്ല എന്ന്. ഏറ്റവും തെറ്റായ വ്യാജ പ്രചാരണങ്ങളാണ് അവർ അഴിച്ചുവിട്ടത്. ഇപ്പോൾ കിരൺ റിജ്ജു, കേന്ദ്രമന്ത്രി, നിയമമന്ത്രി തന്നെ അവിടെ വന്നു, മുനമ്പം നിവാസികളോട് സംസാരിച്ചു. ആ പ്രസംഗത്തെ പോലും വളച്ചൊടിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ, ഇനി ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചില മാധ്യമങ്ങളെങ്കിലും വളരെ ഏകപക്ഷീയമായിട്ട്, വളരെ നിരുത്തരവാദപരമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ അതിൻ്റെ മലയാള പരിഭാഷ ഏറ്റവും ചെറിയ രൂപത്തിൽ, ഏറ്റവും ഷോർട്ടായിട്ട് ഞാനത് അവതരിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധി ആയി ഇവിടെ വന്നത് വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന വേദന പങ്കുവയ്ക്കാൻ മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരമുണ്ടാകും എന്ന് ഉറപ്പു നൽകാൻ കൂടിയാണ്. വഖഫ് ഭേദഗതി നിയമത്തിന് രൂപം നൽകിയപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. ഇപ്പോൾ നിയമത്തിലെ ഭേദഗതികൾ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. ഇനി ചട്ടങ്ങൾ രൂപീകരിക്കും. ഈ ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെടും. അദ്ദേഹം തുടരുന്നു, അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. അങ്ങനെ ഈ 600 കുടുംബങ്ങളുടെയും ഭൂമി സംരക്ഷിക്കപ്പെടും. അവയുടെ ഉടമസ്ഥാവകാശം എന്നേക്കുമായി ഈ മുനമ്പം നിവാസികൾക്ക് ലഭിക്കും. കേന്ദ്രമന്ത്രി പറയുകയാണ്, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചാരണങ്ങളിൽ വീഴരുത് എന്നാണ്. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് അവർ കള്ളം പറയും. പക്ഷേ അവർ ആരും നിങ്ങളെ കേൾക്കാനോ സഹായിക്കാനോ വന്നില്ലെന്ന് നിങ്ങൾ ഓർക്കണം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും BJPയും മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. ഞാൻ ഇവിടെ നേരിട്ട് വന്ന് വാക്ക് നൽകുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. അത് അദ്ദേഹത്തിൻ്റെ BJP രാഷ്ട്രീയമൊക്കെ അതിനകത്ത് കലർന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് നമുക്ക് BJPയുടെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ CPMൻ്റെയോ ഒന്നും വക്കാലത്തെടുക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് യഥാതഥമായിട്ടുള്ള വിവരങ്ങൾ പറയുകയാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അതിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത്, അതിൽ വിഷം കലർത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏക കാര്യം. എന്തായാലും കിരൺ റിജിജു പറഞ്ഞത്, അവർ തീർച്ചയായിട്ടും മുനമ്പം നിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയമായ നേട്ടം BJP ആഗ്രഹിക്കുന്നുണ്ടാകും. അത് BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ അവകാശമാണ്, അതാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒരു നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി. ആ നിയമത്തിൽ കൃത്യമായിട്ട്, ആ നിയമ ഭേദഗതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്ത പടിയായിട്ട് അതിപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ അടുക്കലെത്തി, രാഷ്ട്രപതി അതിൽ ഒപ്പിട്ടു. ഇനി അതിൽ കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ രൂപീകരിക്കണം. ആ ചട്ടങ്ങൾ രൂപീകരിച്ചാണ് അത് താഴെ സംസ്ഥാനങ്ങളിലേക്ക് വരേണ്ടത്. അങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടു, ഈ നിയമ ഭേദഗതി ഞങ്ങൾ അംഗീകരിക്കില്ല, അത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല. മമതയെ പോലെയുള്ള വിവരദോഷികൾ പറയുകയാണ് ഇത് ബംഗാളിൽ നടപ്പാക്കുകയല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് മുഴുവനും നടപ്പാക്കേണ്ടതാണ് മാഡം. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ പഠിക്കണം, അറിവുള്ളവരോട് ചോദിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാനല്ല. ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് മുകളിലല്ല ആരും. നമ്മുടെ രാഷ്ട്രപതി പോലും, നമ്മുടെ പ്രധാനമന്ത്രി പോലും ഒക്കെ ആ ഭരണഘടന അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവരുടെ തന്നിഷ്ടത്തിനല്ല. അങ്ങനെ മമതയുടെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ളൊരു ഇടമല്ല ബംഗാൾ അസംബ്ലി എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ശരി, ഇപ്പോൾ ഇത് നിയമമായിരിക്കുന്നു. ഇനി ആ നിയമ ഭേദഗതിയിൽ ചട്ടങ്ങൾ രൂപീകരിക്കും. അത് താഴെത്തട്ടിലേക്ക് എത്തും. അത് നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാവരും പാലിക്കാൻ നിർബന്ധിതരാണ്. ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നല്ലതല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കും. കേവലം താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. അതിന് കുഴലൂതാൻ നിൽക്കുന്നതല്ല മാധ്യമപ്രവർത്തനം, മറിച്ച് വസ്തുനിഷ്ഠമായി സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കലാണ്. അതിന് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകണം. ഈ ഇരട്ടത്താപ്പ് അവർ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടട്ടെ, വസ്തുതകൾക്ക് നിരക്കാത്തതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്ത് അത് ചർച്ചയാക്കണം. അങ്ങനെ അത് പാർലമെൻറ്റ് വരെ എത്തണം. അതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. മാധ്യമങ്ങൾ ആ ധർമ്മം പാലിക്കാൻ തയ്യാറാകണം. എന്തായാലും മുനമ്പം നിവാസികളുടെ കണ്ണീരൊപ്പാൻ കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്കും ഈ അവസരത്തിൽ ആഗ്രഹിക്കാം.